ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി ആയിട്ട് എത്തിയ മത്സരാർത്ഥികളുടെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, എല്ലാ മത്സരാർത്ഥികൾക്കും ഇല്ല, ചില മത്സരാർത്ഥികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് അർജുനെയും ജാസ്മിനെയും വിജയിപ്പിക്കണം. അതിനുവേണ്ടി അവർ അതിൻ്റെ അകത്ത് കിടന്ന് കുറേ കളികളൊക്കെ കളിക്കുന്നുണ്ട്. അത് നമുക്ക് ലൈവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സിജോ, അതോടൊപ്പം തന്നെ സായി, ഇവർക്ക് വലിയൊരു അജണ്ട തന്നെയുണ്ട്. സായി അത് വ്യക്തമായിട്ട് പറയുകയുണ്ടായിരുന്നു. ഇവിടെ ഒരു പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ അർജുൻ കപ്പടിക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വയസ്സിൽ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വയസ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ജിൻഡോയും ജാസ്മിനുമാണ് കണ്ടന്റ് കൊടുത്തത്. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ കപ്പടിക്കണം എന്ന് അവിടെ ഈ നന്ദനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി വേറൊരു കാര്യം കൂടെ നടന്നു. ഇവിടെ സിജോ പലപ്പോഴും അവിടെ എന്ന് പറയുന്നുണ്ട്, ഗ്രീൻ ബാഗിൽ കിടന്നുകൊണ്ട്, അതായത് മഞ്ഞ ഗ്രീൻ ബാഗിൽ കിടന്നവർക്ക് വരെ ഇവിടെ വിജയിക്കാൻ പറ്റി, ചുമ്മാ ഇവിടെ കിടന്നാൽ മതിയായിരുന്നു എന്ന രീതിയിൽ അവിടെ സിജോ പറയുന്നുണ്ട്. ആ പറയുന്ന മറ്റാരെക്കുറിച്ചുമല്ല, ഇത് അഭിഷേകിനെ കുറിച്ചാണ് പറഞ്ഞത്. അഭിഷേക് അവിടെ ഒന്നും ചെയ്തില്ല, അഭിഷേക് ചുമ്മാ അവിടെ കിടന്നതേ ഉള്ളൂ, അതുകൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആരെക്കുറിച്ച്, ഋഷിയെക്കുറിച്ച് വരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ അൻസിബ വന്ന സമയത്ത് അൻസിബയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഋഷി പറയുന്നുണ്ട്, കുറച്ചു നേരം മുമ്പാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇതുപോലെ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ യോഗ്യതയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിക്ക് വല്ലാണ്ട് സങ്കടമാകുന്നുണ്ട്. ഋഷി പറയുന്നത് ഇതൊന്നുമല്ല, അൻസിബയെ മിസ്യൂസ് ചെയ്ത എന്ന രീതിയിലുള്ള വർത്തമാനമോട് ആൾക്കാർ പറയുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് മറ്റുള്ളവരൊന്നും പറയുന്നത് എനിക്ക് കേൾക്കേണ്ട, നീ എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ, വെളിയിറങ്ങിയാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം, എനിക്ക് കപ്പിനെക്കാട്ടിലും വലുത് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിൽ. അപ്പോൾ അൻസിബ് പറഞ്ഞുകൂടെ, മോനെ എടാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലടാ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പറഞ്ഞോട്ടടാ, നിന്നെ അറിയത്തില്ലടാ, നീ ഒരിക്കലും ഫേക്ക് അല്ലടാ, നീ പച്ചയായ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ അൻസിബ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അർജുൻ അൻസിബയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാത്രി പാല് കുടിക്കുന്നത് നല്ലതാണ്, ഉറക്കം വരൂ എന്ന രീതിയിൽ അൻസിബയ്ക്കിട്ടൊരു കുത്തു കൊടുത്തു. അൻസിബ തിരിച്ച് അങ്ങോട്ട് ഒരു കുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രണയം പിടിച്ചു പോകുന്ന രീതിയിലുള്ള അൻസിബയ്ക്ക് കൃത്യമായി മനസ്സിലായി പോയി, നീ ഇവിടെ എത്ര നാൾ നിന്നു പോയതിൻ്റെ കാരണം നീ ഇവിടെ പ്രണയം പിടിച്ച് ശ്രീധുവിനെ കരുവാക്കിയതാണെന്ന് അൻസിബ കൃത്യമായി പറയുകയും ചെയ്തു. ഈ പറഞ്ഞ കാര്യം, അതായത് പാല് കുടിച്ച ഉറക്കം വരുമെന്നുള്ള കാര്യം പറഞ്ഞത് ശ്രീധുവിനോട് അൻസിബ ഒരു ദിവസം പറഞ്ഞിരുന്നു. അതായത് അമ്മ വന്നതിന് ശേഷം ഈ ശ്രീധുവിനോട് അമ്മ പറഞ്ഞു, അതായത് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു, നീ നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ അൻസിബയോട് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു, നോക്കിക്കോണേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ, ചൂട് പാല് കുടിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം അർജുനോട് ശ്രീധു പറഞ്ഞു കാണും. അതാണ് അൻസിബ വന്നപ്പോൾ എടുത്തു പറഞ്ഞത്. ഇതേ വിഷയം തന്നെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അർജുൻ്റെ ഈ കള്ളക്കളി, അർജുൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫേക്ക്നെസ് വളരെ കൃത്യമായി ഋഷിയും ജിൻഡോയും അൻസിബയും അതോടൊപ്പം തന്നെ അഭിഷേകരും മനസ്സിലായിട്ടുണ്ട്, വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് പറയുകയും ചെയ്തു. അതായത് അൻസിബയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലായി. കാരണം വോട്ടടിച്ച് കയറ്റിയിട്ട് വിജയിക്കുന്നതും സത്യസന്ധമായിട്ട് വോട്ട് കിട്ടുന്നതിനെ കുറിച്ചും അൻസിബ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻസിബ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് ഇനി അടുത്ത വാർണിംഗ് കൊടുക്കുമോ, ഇനി താക്കീത് കൊടുക്കുമോ, അതോ സിബിന് പറ്റിയ ഗതികേട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.